ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതും ഇനി ഒരു തക്കാളിയും പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ദാണ്ടെ ഞാനൊരു വലിയ കോളിഫ്ലവറിൻ്റെ ഹാഫ് പോർഷനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഇല പോലെ ഇരിക്കുന്ന ഈ സംഭവം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ആ വലിയ തണ്ടൊക്കെ നമുക്ക് കളയാം. ഇനി താണ്ടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിനകത്ത് ഇവിടെ കുറച്ചും കൂടെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് അങ്ങ് ചെറുതാക്കണമെന്നൊന്നും ഇല്ല. അത്യാവശ്യം വലുതായിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദാണ്ടെ ഞാൻ ഒരുപാട് വലിയ വലിയ പീസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. എന്നരുതി തീരെ ചെറുതാക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴേക്കും പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഈ കോളിഫ്ലവറിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുക. അതൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴുകി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കിയില്ലായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇത് ഒരു 6-7 മിനിറ്റ് ഒന്ന് അവിടെ കിടന്ന് വേവട്ടെ. കാര്യം നമ്മൾ ഇനി കോളിഫ്ലവർ വേവിക്കുന്നില്ല. അപ്പം ഇത് ഇങ്ങനെ കിടന്ന് തന്നെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പം ഇതവിടെ കിടന്നൊന്ന് വേവട്ടെ. ഒരു 6-7 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒരു 6-7 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. കോളിഫ്ലവർ ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റാം. അപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്നെല്ലാം ഊറ്റി മാറ്റിയിട്ടുണ്ട്. അതേ പാത്രം തന്നെ ഒന്ന് വാഷ് ചെയ്ത് വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണ ആയാലും മതി. അപ്പം ഇതിലേക്ക് ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിനകത്ത് കുറച്ചധികം വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-12ഓളം വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വെളുത്തുള്ളി അല്ലി കൂടുതൽ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന്. അപ്പോൾ ചേർത്തിട്ട് വെളുത്തുള്ളിയുടെയൊക്കെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് എത്തുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായത്, അതാണ് ഈ പൊട്ടലും ചീറ്റിലും ഒക്കെ കാണുന്നത്. ഇപ്പോൾ ദാണ്ടെ വെളുത്തുള്ളിയുടെ ഒക്കെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇനി ഈ വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ കുറച്ച് എണ്ണയുണ്ട് ബാക്കി. അതിലേക്ക് തന്നെ നമ്മുടെ എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 എണ്ണം ചേർക്കുന്നുണ്ട്. 4-5 എണ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വറ്റൽമുളകും നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടണം. വറ്റൽമുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ വറ്റൽമുളകിൻ്റെ നിറമൊക്കെ മാറി നല്ല പോലെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും ഈ പാനിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സവാള അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഒരു സവാളേൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല പോലെ ഒന്ന് വഴറ്റി അതിൻ്റെ നിറമൊക്കെ നല്ല പോലെ മാറി കിട്ടണം. ആ ഒരു സ്റ്റേജ് അതുവരെയും വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ എത്തണം കേട്ടോ. അപ്പം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്.
കുറച്ചും കൂടെ ഒന്ന് റെഡിയാവാനുണ്ട്. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ദാണ്ടെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു തക്കാളി അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാനൊരു 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് ചേർത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 ഒക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ 2 ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. കുറച്ച് എണ്ണയും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയുടെ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് തക്കാളി നല്ല പോലെ ഒന്ന് വേവിച്ച് ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ദാണ്ടെ തക്കാളിയുടെ എല്ലാ ഭാഗവും ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ആ മല്ലിയിലയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതും ഇവിടെ കിടന്നൊന്ന് തണുത്ത് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് തൊടാനുള്ള പാകം എത്തുമ്പോൾ മാത്രമേ ഇനി അടുത്ത സ്റ്റെപ്പ് ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടെ എല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വറ്റൽമുളക് ചേർത്തിട്ട് കൈ വെച്ച് നല്ല പോലെ ഇങ്ങനെ പൊടിച്ചെടുക്കണം. ഇത് നല്ല പോലെ റോസ്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് പൊടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അതാ ഞാൻ പറയാം, നല്ല പോലെ റോസ്റ്റ് ആക്കി എടുക്കണമെന്ന്. ഇപ്പോൾ ദാണ്ടെ ഞാൻ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് വെളുത്തുള്ളി അല്ലിയും കൈവച്ച് നല്ല പോലെ അങ്ങോട്ട് ഞെരടി എടുക്കണേ. ഇനി ഇതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളി എല്ലേക്ക് ഒന്ന് ഞെരടി എല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം ഇനി വീണ്ടും ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ, ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ. എല്ലാം കൂടി ഇട്ട് അങ്ങ് ഞെരടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല, കറക്റ്റായിട്ടില്ല, ഇതെല്ലാം കൂടെ റെഡിയായി വരൂല. അപ്പം നമുക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഇതെല്ലാം ആയിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും മല്ലിയിലയും കൂടെ നമ്മൾ റെഡിയാക്കിയത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയിൽ ഒരല്പം ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണല്ലോ ലാസ്റ്റ് നമ്മൾ ചെയ്തെടുത്തത്. കൊണ്ട് ഒരിത്തിരി ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഞെരടി എടുക്കാനായിട്ട്. അപ്പോൾ തക്കാളിയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞെരടി ഇതുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോളിഫ്ലവർ ആണ് കേട്ടോ. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ കോളിഫ്ലവർ അതും കൂടെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് ഞെരടി യോജിപ്പിക്കണം കേട്ടോ ഇതുമായിട്ട്. എന്നിട്ട് വേണം കോളിഫ്ലവർ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കോളിഫ്ലവറിൽ മാത്രം നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചായിരുന്നു. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി ഇപ്പം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടെ കോളിഫ്ലവർ നന്നായിട്ട് ഞെരടിയിട്ട് എല്ലാം കൂടെ നല്ലപോലെ കൈവച്ച് തന്നെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു കോളിഫ്ലവർ ഭർത്തയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. വേറെ ഒരു കറികളും വേണമെന്നില്ല. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് വെച്ചങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ എന്തായാലും കോളിഫ്ലവർ ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.